അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ ഏറെ സ്തുതിക്കുകയാണ്. കാരണം നാളുകളേറെയായി നമ്മൾ സോഷ്യൽ മീഡിയയിലാണല്ലോ ഇപ്പോൾ എല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയുടെ ഏത് ഭാഗം എടുത്ത് നോക്കുമ്പോഴും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിൽ കാണുന്നത്. അധികവും ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും മതപരമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എല്ലാം വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നാം കണ്ട് കേട്ട് കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മനുഷ്യൻ എവിടം വരെ എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെഞ്ഞാറമൂട്, തിരുവനന്തപുരം ജില്ലയിൽ നടന്നത്. ഒരു സഹോദരൻ, ഒരു മകൻ ഉമ്മയെ, കൊച്ചാപ്പാനെ, എളീമാനെ, അനുജനെ എല്ലാം തലക്കടിച്ച് കൊന്ന്, തല പൊട്ടിച്ച് തലച്ചോറ് വെളിയിലാക്കി കൊന്നു കളഞ്ഞു. മരിക്കുന്നത് വരെ തലക്കടിച്ച് കൊന്നു. അത് മണിക്കൂറുകളോളം എടുത്ത്, ഒരു നിമിഷം കൊണ്ടൊരു കയ്യബദ്ധം പറ്റിയതോ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ വികാരം കൊണ്ടോ ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ടോ ഒന്നും ഉണ്ടായതല്ല. മണിക്കൂറുകളോളം, അതായത് ഒരാളെ കൊന്ന്, രണ്ടാളെ കൊന്ന്, അത് കഴിഞ്ഞ് കുറച്ചുകൂടി മണിക്കൂറുകൾ കഴിഞ്ഞ് അടുത്തയാളുടെ വീട്ടിൽ പോയി അടുത്തയാളെ ഇങ്ങനെ ഇത്രയും മൃഗീയമായ പടച്ചവൻ പറഞ്ഞത് എത്രയോ നൂറുകണക്കിന് സത്യമല്ലേ? അല്ലാഹു പറഞ്ഞല്ലോ, ഉലായിക കൽ അൻആമി ബൽ ഹും അദല്ല്. ഉലായിക മനുഷ്യന്മാരുടെ വിഭാഗത്തെ അല്ലാഹു പറയുകയാണ്, മൃഗങ്ങളെക്കാൾ കഷ്ടമാണ്. മൃഗങ്ങളെപ്പോലെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു വെച്ച് മൃഗങ്ങളോട് അവരെ ഉപമിക്കാൻ പറ്റുകയില്ല, മൃഗങ്ങളെക്കാൾ കഷ്ടം എന്ന് പറഞ്ഞു. ഞാനത് പറയാനല്ല വീഡിയോയ്ക്ക് വന്നത്. അത് എൻ്റെ ഒരു വിഷയവുമല്ല. കാരണം അത് ദൈനംദിനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഒരാളല്ലെങ്കിൽ ഒരാളെ ഉമ്മാനെ കൊല്ലുക, വാപ്പാനെ കൊല്ലുക, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. കാലം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അതിനൊന്നും ഇപ്പോൾ വലിയ പ്രസക്തിയില്ലാത്ത കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പറയാനല്ല, ഇതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ നന്മ കണ്ടപ്പോൾ ആ നന്മയുടെ ഭാഗത്തേക്ക് എൻ്റെ മുഖം ഒന്ന് തിരിഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനാണ്. ഇപ്പോഴും കാണുന്നതിൽ ഭൂരിഭാഗവും തിന്മയാണ് കാണുന്നത്. അതിൻ്റെ ഇടയിലൊരു നന്മ കണ്ടപ്പോൾ ആ നന്മ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നനവുണ്ടാക്കി, ഒരു മാനസികമായ ഒരു കുളിർമയുണ്ടാക്കി, ഒരു സന്തോഷമുണ്ടാക്കി. ആ സന്തോഷത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ്. ഉദാഹരണം, മതപരമായ രീതിയിൽ നമ്മുടെ സംഘടനകളുണ്ട്. സുന്നത്തി ജമാഅത്തിൻ്റെ സംഘടനകൾ, സമസ്തയാണെങ്കിലും, സമസ്ത 2-3 സമസ്തകളുണ്ട്, അതൊക്കെ ആണെങ്കിലും, മറ്റ് മശായിഖന്മാരുടെ സംഘടനയാണെന്ന് പറയുന്ന തരീക്കത്തിൻ്റെ സംഘടനയാണെങ്കിലും ഒക്കെ ഈ എടുക്കുന്ന വഴിക്ക് നല്ല ഒന്നാം തരം കള്ള് ഷാപ്പിൽ നിന്ന് കള്ള് കുടിച്ചിട്ട് വൈകുന്നേരം ആളുകൾ ഇറങ്ങി വന്നിട്ട് പറയുന്ന ഭാഷ എന്താണോ അതിനേക്കാൾ മോശമായ ഭാഷകളാണ് ഓരോ തരീക്കത്തിൻ്റെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞുകൊണ്ട് കുരുവട്ടൂരികളും, കുരുവട്ടൂരികളെ എതിർക്കുന്നവരും, കുരുവട്ടൂരികൾ മുൻപ് കൊള്ളാവെന്ന് പറഞ്ഞവരും ഇപ്പം കൊള്ളൂല എന്ന് പറഞ്ഞവരും, അങ്ങനത്തെ ഒരു തരം അലമ്പ് ആയി മതസംഘടനകൾ അതപ്പതിച്ചു. മതപരമായ ഒരു വഅള് പോലും ഇന്ന് കേൾക്കാൻ ഇല്ല എന്ന് വേണം പറയാൻ. അഥവാ കേൾക്കാനുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പാട്ടും പാടി കുറച്ച് കാശും പിരിക്കുന്ന പരിപാടിയിൽ കവിഞ്ഞ് മതം എന്തെന്ന് പറഞ്ഞു കൊടുക്കലോ ദീൻ എന്തെന്ന് പറഞ്ഞു കൊടുക്കലോ വളരെ കുറവാണ്. വളരെ കുറവാണ്. ഒരു ആദർശ സമ്മേളനം നടക്കുന്നുണ്ട് ഇപ്പം. എന്താണ് ആദർശ സമ്മേളനം? സുന്നത്തി ജമാഅത്തിൻ്റെ മഹത്വം അവിടെ പറയൽ വളരെ കുറവാണ്. അവിടെ പറയുന്ന അപ്പുറത്തുള്ളവൻ്റെ പോരായ്മ, ഇപ്പുറത്തുള്ളവരുടെ പോരായ്മ, അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരുടെ പോരായ്മകൾ സവിസ്തരം വിശദീകരിക്കുന്നതിനിടയിൽ നമ്മുടെ പോരായ്മ പറയാനങ്ങ് മറക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരുതരം ഏഷണി പറയുന്ന, പരദൂഷണം പറയുന്ന ഒരു സംഘമായി നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും അതപ്പതിക്കുമ്പോഴാണ് പ്രശംസനീയമായ രീതിയിലൊരു സമ്മേളനം ഈ അടുത്ത ദിവസം കാണാനിടയായി. വളരെയേറെ
വേറെ പ്രശംസിക്കും. അത് ആരെന്ത് പറഞ്ഞാലും ഉള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ എന്നെ എന്ത് പേര് വിളിച്ചാലും എനിക്ക് വിരോധവുമില്ല. മുജാഹിദെന്നോ ജമാഅത്തെ ഇസ്ലാമിന്നോ ഒഹാബിന്നോ തബ്ലീഗെന്നോ എന്ത് പേര് വിളിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. എന്തുകൊണ്ട്? നന്മ കണ്ടു, നല്ലത് കണ്ടു, നല്ലതിനെ കുറിച്ച് നമ്മൾ പറയുന്നു. എന്താ നല്ലത് കണ്ടത്? പെരുമ്പാവൂര് ഏതാണ്ട് 4,000-5,000 ആളുകൾക്ക് ഒരുമിച്ച് നിന്ന് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു തബ്ലീഗ് ജമാഅത്തിന്റെ പള്ളിയുണ്ട്. ആ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ചുകൂടി അപ്പുറത്ത് മാറി ഒരു പാടശേഖരങ്ങളുണ്ട്. ആ പാടശേഖരങ്ങൾ JCB കൊണ്ട് നിരത്തി ആളുകൾക്കിരിക്കാവുന്ന വിധത്തിലുള്ള പന്തലും താഴെ പടതയും പടതയുടെ മുകളിൽ പായും ഒക്കെ വിരിച്ചുകൊണ്ട് വിശാലമായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു സദസ്സ് അവിടെ കാണാനിടയായി. ആ സദസ്സ് നമ്മൾ കണ്ടു. ആ സദസ്സ് കാണുകയും അതിൽ പോയി അത് ശ്രദ്ധിക്കാനും ഇടയായി. അപ്പോൾ അവിടെ കണ്ട കാഴ്ച എൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. എന്താണ്? ഒരുപാട് വർണ്ണങ്ങളുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വർണ്ണങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന വൈദ്യുതി മാലകളോ അതൊന്നും ഇല്ല അവിടെ. ആകെ അവിടെ ഉള്ളത് വെളിച്ചം മനുഷ്യന് കാണാവുന്ന രീതിയിലുള്ള കുറേ ലൈറ്റുകളുണ്ട്. വേറെ ഒന്നുമില്ല, അലങ്കാരം ഒന്നുമില്ല, ആവശ്യമില്ലാത്ത ഒന്നുമില്ല, എല്ലാം ആവശ്യമുള്ളത് മാത്രം. നന്നായി സജ്ജീകരിച്ചിരിക്കുകയാണ്. എത്ര ബാത്റൂമുകൾ കൃത്രിമമായി അപ്പം എടുത്ത് മാറ്റാവുന്ന ബാത്റൂമുകൾ കൃത്രിമമായി എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ക്യൂ നിന്ന് കയറിക്കൊണ്ടിരിക്കുക. അവിടെ ഒന്നും ഒരു തിരക്കും മാറി നിൽക്കട, അങ്ങോട്ടിറങ്ങാം ഇങ്ങോട്ടിറങ്ങാം, എനിക്ക് ആദ്യം കയറണം എനിക്ക് ആദ്യം ഇറങ്ങണം എന്നൊന്നും വർത്തമാനം ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വർത്തമാനമില്ല. ആകെ ഒരേ ഒരു വർത്തമാനം പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് കണ്ണൂരുള്ള മഖ്ബൂൽ മൗലവിയുടെ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ട്. അതൊരു മറ്റു ഭാഷയിലുള്ള ഒരു പ്രസംഗത്തിൻ്റെ തർജ്ജമയാണ്. അതാണ് കേട്ടോണ്ടിരിക്കുന്നത്. അതല്ലാത്ത വേറെ ഒരു ശബ്ദം ആ ഗ്രൗണ്ടിലില്ല. ആരെ നിയന്ത്രിക്കുന്നു? അങ്ങനെ ഒരു നിയന്ത്രണമില്ല. ഒരാൾക്ക് വഴി ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ. പ്രത്യേകം നമ്മുടെ സമ്മേളനങ്ങളെ പോലെയല്ല. നമ്മുടെ സമ്മേളനത്തിൽ ഒരാളങ്ങ് വരുമ്പോഴേക്കും അയാൾ വന്ന് കാറിൽ ഇറങ്ങുന്നത്, ഡോറ് തുറക്കുന്നത്, വലതുകാല് താഴോട്ട് വയ്ക്കുന്നത്, ഇടതുകാല് കൂടി ഇറങ്ങുന്നത്, രണ്ടുപേര് കൂടി അപ്പുറത്ത് കയ്യെ പിടിക്കുന്നത്, ഇപ്പുറത്ത് രണ്ടുപേര് കൂടി കെട്ടിപ്പിടിക്കുന്നത്, ആലിംഗനം ചെയ്യുന്നത്, കൈ പിടിച്ച് മുത്തലോട് മുത്തല്, അങ്ങനെ മുത്തി പ്ലാറ്റ്ഫോമിലെത്തി. ഈ പരിപാടിയും അവിടെ ഇല്ല. അവിടെ ആരും മുത്തലുമില്ല, മുത്തിക്കലുമില്ല, ആരെയും അലങ്കരിക്കലോ ആരെയും വരവേൽക്കണമില്ല. വരുന്നവരൊക്കെ വരുന്നു, ഇരിക്കുന്നവരിയ്ക്കുന്നു, കേൾക്കുന്നവർ കേൾക്കുന്നു. മൂത്രമൊഴിക്കാൻ പോകുന്നവർക്ക് അങ്ങോട്ട് പോകാം, ബാത്റൂമിൽ പോകുന്നവർക്ക് അവിടെ പോകാം. ഒന്നുമെടുക്കാൻ വിശാലമായ സൗകര്യം, ചായ വെള്ളം പോലെയുള്ളത് കിട്ടുന്നിടത്തോ എല്ലാ സ്ഥലത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. മലപ്പുറം രീതിയിലുള്ള ക്യാൻറ്റീൻ, അതുപോലെ ഇടുക്കി ക്യാൻറ്റീൻ, കണ്ണൂർ ക്യാൻറ്റീൻ, ഓരോ ജില്ലയുടെയും ക്യാൻറ്റീൻ പ്രത്യേകമാണ്. അവിടെ കയറി 10 രൂപ കൊടുത്ത ഒരു ചായ ഒരു കടി, 10 രൂപയ്ക്ക് ഒരു ചായ ഒരു കടിയും കിട്ടും, 5 രൂപ. ആ രീതിയിൽ എല്ലാ ചായക്കടകളും. ബാത്റൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോക്ടർമാരെയൊക്കെ കാണാൻ ചെന്നാൽ ഡോക്ടറെ മുറിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എന്തായിരിക്കും തിരക്ക്. ഞാനാണ് ആദ്യം വന്നത്, എനിക്ക് കയറണം. ഞാൻ ഇന്നലെ വന്ന് പേര് എഴുതിയിട്ടിട്ട് പോയതാ, എനിക്ക് കയറണം. ഞാൻ മിനിഞ്ഞാന്ന് വന്ന് വിളിച്ചു പറഞ്ഞതാ. ഈ പറഞ്ഞ ഒരു പ്രശ്നം അവിടെ ഇല്ലടേ. ഒരുത്തിനും ഒരു വിഷയവും ഇല്ല. ഞാനവിടെ നടക്കുമ്പോൾ പലരും എന്നെ വിളിച്ച് സദസ്സിലിരിക്കുന്നത് കസേര തരിക ഇരിക്കാൻ. അത്രയും ആൾക്കാർക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുകയല്ലേ. അങ്ങോട്ടും അതിൻ്റെ ഇടയ്ക്കൂടെ ആരെങ്കിലും മാറിയാൽ വന്ന് കാല് തട്ടൂലേ? എൻ്റെ കാലെ തട്ടിയോ? തട്ടിയാലും ഇല്ല, തട്ടിയില്ലെങ്കിലും ഇല്ല, ഒരു ചർച്ചയില്ല. എൻ്റെ റഹ്മാനായ റബ്ബേ, എന്ത് ഡിസിപ്ലിനുള്ള ഒരു സമ്മേളനം. ഇങ്ങനെയൊക്കെ ഒരു സമ്മേളനം നടത്താൻ കാക്കാമാർക്ക് കഴിയുമോ? കാക്കാമാർക്ക് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ കഴിയുമോ? മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ കഴിയുമോ? മുസ്ലിങ്ങൾ നടത്തുന്ന സമ്മേളനം, ഞാൻ കണ്ട സമ്മേളനങ്ങളൊക്കെ ആയിരക്കണക്കിന് ക്യാമറമാർ, അവർ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഫോൺ ഉണ്ടാവും. ആ ഫോൺ കൊണ്ടെല്ലാം ഫോട്ടോ എടുക്കും. ഒരാളുടെ മയ്യത്ത് പോലും കവറിൽ വെക്കാൻ നിവൃത്തിയില്ല, ഫോട്ടോ കാരണം.
ഫോട്ടോ എടുക്കൽ, അത് മാമുക്കോയുടെ കവറ്, മയ്യത്ത് കവറടക്കിയപ്പോൾ മാമുക്കോയുടെ മോൻ പറഞ്ഞു ഫോണുമായിട്ട് അങ്ങോട്ട് വന്നു, നിങ്ങൾ മാറിയിക്ക്, ഫോണും കൊണ്ട് ഇങ്ങോട്ട് വരലെന്ന് പറഞ്ഞു. മാമുക്കോയുടെ മകൻ പറഞ്ഞത് കാണാനിടയായി. ഇത് ആ മര്യാദ പോലുമില്ല. കവറിലേക്ക് വയ്ക്കുന്നത്, കവറിൽ ഈ പലക നിരത്തുന്നത്, മണ്ണ് വെച്ച് കൊടുക്കണത്, മിന്നാ കലക്കനാക്കും പറയുന്നത്, എല്ലാം കയ്യിലുള്ളവർ മുഴുവനും ഫോട്ടോ എടുക്കുക. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറുന്നത്, ഒതു എടുക്കുന്നത്, ഇമാം നിൽക്കുന്നത്, എല്ലാം ഫോട്ടോ എടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് കൊള്ളാവുന്ന ആളുകൾ വരുവാണെങ്കിൽ അവരെ പുറകെ ക്യാമറ, പ്രത്യേകിച്ച് ക്യാമറ. ഈ ക്യാമറ ശല്യമില്ല, ഫോട്ടോ ശല്യമില്ല, ഒന്നുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഫോട്ടോ എടുക്കാൻ കർശനമായി എഴുതി വെച്ചിരിക്കുക. ബോർഡ് എഴുതി വെച്ചിരിക്കുക, ഫോട്ടോ എടുക്കാൻ നിരോധിച്ചിരിക്കുന്നു, ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ള ബോർഡുകൾ പല സ്ഥലത്തും. ഈ സമ്മേളന നഗരിയിലെ പന്തലിൽ ഓരോ വിഭാഗത്തിന് ഓരോ സ്ഥലമുണ്ട്. ഇടുക്കിയുടെ ഒരു ഭാഗം, എറണാകുളത്തിനൊരു ഭാഗം, കോട്ടയത്തിനൊരു ഭാഗം, കണ്ണൂരിനൊരു ഭാഗം, മലപ്പുറത്തിനൊരു ഭാഗം, അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലയ്ക്കും പ്രത്യേകം ബോർഡ് വെച്ചിരിക്കുക. ആ ബോർഡ് വെച്ചതിന് കീഴിലാണ് അതാത് ജില്ലക്കാരിയ്ക്കുന്നത്. നിസ്കരിക്കുന്നത്, പ്രസംഗം കേൾക്കുന്നത്. വരുന്നവരും നിസ്കരിക്കാനും മറ്റു മൂത്രമൊഴിക്കാനും അങ്ങോട്ടും മാറുന്നവർ ഒഴിച്ചാൽ ഒരു അപശബ്ദവും ഒരാളുടെയും ഇല്ല, ഒരു വർത്തമാനവുമില്ല. അങ്ങനത്തെ ഒരു സമ്മേളനം. എന്താണ് ആ സമ്മേളനത്തിൻ്റെ പ്രമേയമായിട്ട് അവിടെ ചർച്ച ചെയ്യപ്പെട്ടതെന്നറിയാവോ? മഖബൂൽ മൗലവി പരിഭാഷപ്പെടുത്തിയ ആ പ്രസംഗത്തിൽ പറയുന്ന എന്താണെന്നറിയാം? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. ഈ ഒരൊറ്റ ആയത്താണ് അവിടുത്തെ ചർച്ച. ഈ ഒരൊറ്റ ആയത്താണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. എന്തെന്ന്? ഖുൽ നബിയെ തങ്ങൾ പറ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക. ആരെ? അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. അല്ല റസൂലുള്ളാഹിനെ പിൻപറ്റുന്നുണ്ട്, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നില്ല, പരിപാടി പറ്റൂല. അള്ളാഹുവിനെ നബിയെ തങ്ങൾ പറ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റ്. അള്ളാഹ് നിങ്ങൾ ഇഷ്ടപ്പെടുകയും എന്നെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു നിങ്ങളെ പാപം പുറത്തു തരും. ഇതാണ് അവിടുത്തെ പ്രമേയം, ഇതാണ് അവിടുത്തെ ചർച്ച. ഈ 3 ദിവസം ചർച്ച ആണെന്നാ, വേറെ ഒന്നുമല്ല. ഈ സുന്നത്ത് മാത്രം. അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുക. അസറിന് മുമ്പ് അസറിന് വാങ്ങി വിളിച്ചു വിളിച്ചു പറയണു, അസറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കല്ലേ, പടിഞ്ഞാട്ട് കിബിലാക്ക് തിരിഞ്ഞിരിക്കുക. ഉളു മുറിഞ്ഞെങ്കിൽ ഉടനെ ഉളു എടുക്കുക. എത്ര നല്ല നസീഹത്ത്, എത്ര നല്ല ഉപദേശം, എത്ര ഡിസിപ്ലിനുള്ള ഒരു യോഗം, ഒരു സമ്മേളനം. ഒരു വാക്ക് അപ്പുറത്തുള്ളവരെ കുറ്റം പറയുകയോ ഇപ്പുറത്തുള്ളവരെ കുറ്റം പറയുകയോ, അവർ നരകത്തിലാണെന്ന് പറയുകയോ, ഇവർ ആ പരിപാടി അവിടെ ഇല്ല. നരകവും സ്വർഗമൊക്കെ വീതിക്കൽ അപ്പുറത്തുള്ള നമ്മുടെ സംഘടനകൾക്കാണ്. നമ്മുടെ സംഘടനകൾ നരകവും സ്വർഗമൊക്കെ വീതിക്കുകയാണ്. വിദേഹത്തിൻ്റെ ഇന്നലെ ഒരു മൊയിലാരുവാന്ന് പറഞ്ഞാൽ കേട്ടതാ, വിദേഹത്തുകാരായ ആൾക്കാരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കപ്പെടൂല, അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കപ്പെടൂല, അവരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കപ്പെടൂല. പിന്നെ ആരുടെയാ ഹജ്ജും നോമ്പും നിസ്കാരവും ഒക്കെ സ്വീകരിക്കപ്പെടണം? വിദേഹത്തല്ലാത്തവർ. വിദേഹത്തുകാരാരാ? വിദേഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിച്ചേർത്ത് ഇല്ലാത്തത് കൊണ്ടുവന്നു, ഇതാ വിദേഹത്ത്. അതാരാണെന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ സ്വർഗം തീരുമാനിച്ചു കഴിഞ്ഞു, ഇന്നവർക്ക് സ്വർഗം, ഇന്നവർ നരകം. ആരാണ് സ്വർഗത്തിൽ നിന്നും ആരാണ് നരകത്തിൽ നിന്നും? അള്ളാഹുവിന് മാത്രം. അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അത് പറയാനറിയില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്വർഗം തീരുമാനിച്ചു, ഇന്ന ആളുകൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന സംഘടനയിലൂടെ പോയാൽ മാത്രമേ സ്വർഗം കിട്ടൂ എന്നും പറഞ്ഞു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് നമുക്ക് വളരെ ബഹുമാനമൊക്കെ ഉണ്ട്. ആ ബഹുമാനമുള്ള സംസ്ഥയുടെ പ്രധാനപ്പെട്ട അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാ യൂട്യൂബിലൂടെ. ശരിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. യൂട്യൂബ് തെറ്റാണെങ്കിൽ അതും തെറ്റ്, യൂട്യൂബ് ശരിയാണെങ്കിൽ അതും ശരി. എന്താ പറഞ്ഞത്?
സമസ്തയിലൂടെ അല്ലാതെ സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ അല്ലാതെ, സമസ്തയുടെ വഴിയിലൂടെ അല്ലാതെ, സമസ്തയിലൂടെ സമസ്ത എന്ന സംഘടനയിൽ ചേർന്നിട്ടല്ലാതെ സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. സ്വർഗം സമസ്തക്കാർക്കും മാത്രം, ഒള്ളി സമസ്ത. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു, പടച്ചോനെ ഞാൻ സമസ്തയല്ലല്ലോ, എൻ്റെ കാര്യം പോക്കാണല്ലോന്ന്. അപ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരു മുഹമ്മദ് ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, മൗലവിയുടെ കാര്യം മാത്രമല്ല പോക്ക, എൻ്റെ പോക്ക, ഞാനും സമസ്തയല്ല. അപ്പോൾ സമസ്തയല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ തങ്ങളായത് പറഞ്ഞത് സമസ്തയല്ലാത്ത ആരും സ്വർഗത്തിൽ പോകില്ല, സമസ്തയിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധ്യമാവുള്ളൂ. അതൊരു സംസാരം. തങ്ങളുടെ വേറൊരു സംസാരം കേൾക്കാനിടയായി. ഇപ്പോൾ മഞ്ചേരിയിലെങ്ങാണ്ട് 10-40 ആൾക്കാർ പഴയ കാലത്ത് ഇസ്ലാം മതത്തിൽ നിന്ന് പോയി എന്നാ പറയുന്നത്. ആ പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു സമ്മേളനം നടത്തി പ്രസംഗിക്കാൻ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അവിടെ പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ EK പറഞ്ഞു, ഈ സ്റ്റേജിൽ ഞാനല്ലാത്ത ആരും ഉണ്ടാകാൻ പാടില്ല എന്ന്. അങ്ങനെ EK പറഞ്ഞാൽ സമസ്ത അന്ന് തന്നെ 21 കഷ്ണാവും. ഈ തങ്ങൾ പറഞ്ഞത് കളവാണെന്നും മറ്റും ഞാൻ പറയണില്ല. പക്ഷേ ഈ EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന അന്നത്തെ സംസ്ഥയുടെ സെക്രട്ടറി ഈ നടക്കുന്ന പൊതുപരിപാടിയിൽ ഈ 40 കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ വഴലിൽ ഞാനാകുന്ന EK അല്ലാതെ ഒരാൾ സ്റ്റേജിൽ ഇരിക്കാൻ പാടില്ല എന്ന് EK അബൂബക്കർ മുസ്ലിയാറാകുന്ന സമസ്തയുടെ സെക്രട്ടറി അന്ന് പറഞ്ഞാൽ സമസ്ത അന്ന് 21 കഷ്ണമായി പിളരും. നിങ്ങൾ സെക്രട്ടറിയായി നിങ്ങൾ തീരുമാനിച്ചാൽ പോരാം സ്റ്റേജിൽ ആരൊക്കെ ഇരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയും. പക്ഷേ അങ്ങനെ ഒരു പറച്ചിലും ഉണ്ടായില്ല, ആ സംഭവം ഉണ്ടായില്ല. ഞങ്ങൾ പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞില്ല. EK പറഞ്ഞു ഞാൻ മാത്രമേ കയറി ഇരിക്കാവുള്ളൂ. എന്താണ് അതിൻ്റെ കാരണം എന്നും കൂടി EK രഹസ്യമായിട്ട് പറഞ്ഞു, പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട് പറഞ്ഞു. അതെന്താ? ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്റ്റേജിലുണ്ട്. ഈ സ്റ്റേജ് നിയന്ത്രിക്കുന്നത് ആദരവായ തങ്ങളാണ്, ആദരവായ പുന്നാരമായ നബിയാണ്. ആ നബി ഇരിക്കുന്ന വേദിയായതുകൊണ്ട് ആ വേദിയിൽ എനിക്കല്ലാതെ വേറെ ആർക്കും ഇരിക്കാൻ പാടില്ല എന്ന് EK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഈ സമസ്തയുടെ അധ്യക്ഷൻ പറയണത് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയാണെന്ന് പറയാനും അതിനൊപ്പിച്ച് മൂളാനും ഒന്നും ഈ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരെയൊക്കെ കിട്ടാൻ പ്രയാസമാണ്. കുറേ തലച്ചോറ് പണയം വെച്ച കുറേ ആൾക്കാരുണ്ട്. എന്തും പറഞ്ഞ് ഏതും പറഞ്ഞ് മൂളിക്കൊണ്ട് നടക്കാൻ പറ്റിയവർ. അവർ കേൾക്കും. അവർ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇന്നാൾ മരിച്ചുപോയ മൊയ്ലിയാരാന്ന് പറഞ്ഞപ്പോൾ അതും കേട്ടു. അതും അവർ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ പണ്ട് ഈ എന്താണ് സിന്താവ് വിളിച്ച് ജാഥ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അധികാരം ഞങ്ങൾക്ക് എന്നിങ്ങനെ വിളിച്ച് സിന്താവ് വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അടിവാരം തെറ്റിപ്പോൾ അടിവാരം ഞങ്ങൾക്ക് എന്നാക്കി. ആ അടിവാരം അവർക്കാണെങ്കിൽ നമുക്കെന്താ എന്ന് പറഞ്ഞാൽ ഈ അധികാരം എന്ന് പറയാന്നല്ലാതെ, വിളിച്ചു പറയുന്നവർ പറയാന്നല്ലാതെ, ഏറ്റു പറയുന്നവർ പറയാന്നല്ലാതെ ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. ഖുർആനാണെങ്കിലോ ആയാത്തിൽ ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്ക് ഇബ്റത്തൻ. ഖുർആൻ ചിന്തിക്ക് ബുദ്ധി ഉപയോഗിക്കുന്നു. ഖുർആൻ ഈ നായ്ക്ക് 40 വട്ടം പറയുക. അപ്പോഴും നമ്മുടെ മനുഷ്യന്മാർ ചിന്തിക്കണ പ്രശ്നേ ഇല്ല. ചുമ്മാ കാഫറങ്ങളാക്കുക. ചുമ്മാ അങ്ങോട്ട് വിദഅത്തിന്റെ അഹ്ലുകാരുടെ ഒറ്റയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. അടുത്ത ദിവസം മുരിയാർ പ്രസംഗിച്ചതാ. തബ്ലീഗുകാരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. വഹാബി മുജാഹിദിന്റെ സ്വീകരിക്കപ്പെടൂല. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വീകരിക്കപ്പെടൂല. അങ്ങനെ സ്വീകരിക്കപ്പെടാത്ത വിഭാഗത്തിൽ ആ മുസ്ലിയാരുടെ പക്ഷം അനുസരിച്ച് സമസ്ത EK വിഭാഗത്തിന്റെ നിസ്കാരവും സ്വീകരിക്കപ്പെടൂല. അതെന്താ? ആ മുരിയാർ AP വിഭാഗമാണ്. ആ മൊയ്ലിയാരുടെ വീക്ഷണത്തിൽ മഹാനായ മർഹൂം സദഖത്തുള്ള മഹാനവറുകളുടെ ആ സമസ്തയിലുള്ളവരും നമസ്കാരം സ്വീകരിക്കപ്പെടൂല. കാരണം എന്താ? ഇദ്ദേഹം ഇന്ന വിഭാഗത്തില്, അദ്ദേഹത്തിന്റെ വിഭാഗം ഒഴിച്ച് വേറെ ആരും സ്വർഗത്തിൽ പോവില്ല. KT ജലീൽ പറഞ്ഞായിരിക്കും. KT ജലീൽ 5-6 ആൾക്ക് സ്വർഗം വീതിച്ചു കൊടുത്തു. അയാൾക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങ് വീതിച്ചു കൊടുക്കുക തന്നെ. ഇയാൾക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങ് വീതിച്ചു കൊടുക്കുക തന്നെ. എന്നാൽ ഞാൻ നോക്കിയിട്ട് ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ന് അള്ളാന്റെ ഈ ദുനിയാവിൽ കേരളക്കരയിൽ നമ്മൾ കണ്ടിട്ട് മനുഷ്യന് ദീനീ രംഗത്ത് ഗുണം കിട്ടുന്ന എന്തെങ്കിലും ഉപകാരപ്രദമായ ഒരു ഗുണം ഒരു മുസ്ലിമിന് ചെയ്തു എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം
ഈ കഴിഞ്ഞ ദിവസം ഞാൻ പെരുമ്പാവൂർ കണ്ട ആ സമ്മേളനത്തിൻ്റെ ആൾക്കാരെ കൊണ്ടല്ലാതെ കിട്ടൂല. അതെന്താ? അവർ പറയുന്ന അംഗീകരിക്കാൻ ആളുകൾ തയ്യാറാണ്. 4 റക്അത്ത് ഇരിക്കാൻ പറഞ്ഞാൽ 4 റക്അത്ത്, ഇത്രയും നേരം താടി വെക്കണമെന്ന് അത്രയും നേരം താടി വയ്ക്കും. മുട്ടിന് കീപ്പോട്ട് വരെ ജുബ്ബ ഇടണമെന്ന് പറഞ്ഞാൽ ജുബ്ബ ഇടും. ഈ ഒരു കാലത്ത് ജുബ്ബ ഇടുന്നവരെ കണ്ട ആളുകൾ കല്ലെറിയുമായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവർ ജുബ്ബ ഇടുന്നത്. ഇപ്പം പണ്ട് തമിഴുകാർ മാത്രമേ ജുബ്ബ ഇടുള്ളൂ. ഇപ്പം അന്ന് ബ്ലൗസ് സൈസ് ബ്ലൗസ് ഇങ്ങനെ ഇപ്പം പൊട്ടുമെന്ന് തോന്നുന്ന രീതിയിലുള്ള ബ്ലൗസുള്ള ഷർട്ടായിട്ട് ഞാനൊക്കെ അങ്ങനെ ഇട്ടുകൊണ്ട് നടന്നത്, അങ്ങനെയുള്ള ഷർട്ടായിട്ടുകൊണ്ട് നടന്നത്. അപ്പോൾ അന്ന് പറഞ്ഞുകൊണ്ട് ഈ തമിഴുകാർ ഈ മുട്ടോളമുള്ള ജുബ്ബ ഇടും, മുട്ടോളമുള്ള ജുബ്ബ കളിയാക്കല. പക്ഷേ ഇന്ന് തമിഴുകാരുടെ ജുബ്ബ എല്ലാവരും ഇടും. പിന്നെ അന്ന് തമിഴുകാർ മുട്ടോളം വരെ ആ ജുബ്ബ ഇട്ട, ഇപ്പോൾ ബാക്കിയുള്ളവർ കണ്ണങ്കാല് വരെ ആക്കി അങ്ങ് നീട്ടി. നിങ്ങൾ മുട്ടോളാണോ, എന്നാൽ ഞങ്ങൾ കണ്ണങ്കാല് വരെ ആക്കിയേക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ണങ്കാല് വരെയുള്ള ജുബ്ബ ഷർട്ടൊക്കെ ഇട്ടാ ആൾക്കാർ നടക്കണത്. പാടച്ച തമ്പുരാനെ, എന്താണ് ഈ കേൾക്കണത്, എന്താണ് പറയുന്നത്? മലബാറിലേക്ക് ചെന്നാൽ ഓരോ മുക്കിലും മൂലയിലും സമ്മേളനങ്ങളാണ്. ആദർശ സമ്മേളനം, ഷജറ സമ്മേളനം, മറ്റേ സമ്മേളനം, മറിച്ചേ സമ്മേളനം, എല്ലാത്തിലും. ഒരു സമയത്ത് കുരുവട്ടൂർ സമ്മേളനത്തിലെ ഏറ്റവും വലിയ ആളാണ് നൗഷാദ് അഹ്സനിയുടെ ഏറ്റവും വലിയ ശൈഖ് ഈ അടുത്ത കാലഘട്ടം വരെ AP കാന്തപുരം ക്രൂസ്ലേതായിരുന്നു. അന്ന് കാന്തപുരം പറക്കുന്ന ഒലിയാണെന്നാണ് ഈ നൗഷാദ് അഹ്സനി പ്രസംഗിച്ച്. ഇപ്പോഴോ നൗഷാദ് അഹ്സനി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അത്രയും മോശപ്പെട്ട ഒരാൾ ദുനിയാവേ ഇല്ല. അപ്പോൾ നൗഷാദ് അഹ്സനിക്കെതിരെയാണ് ഇപ്പോൾ പേരോടും കാന്തപുരത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ ശിഖരങ്ങളും, കാന്തപുരത്തിൻ്റെ മറ്റുള്ള ശിഖരങ്ങൾ, അശിഖരങ്ങളൊക്കെ ഈ ഒറ്റ നൗഷാദിനെ ചൂണ്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോണത്. ഇപ്പോൾ ഒറ്റ നൗഷാദിനെ ലക്ഷ്യം വെച്ച അവരുടെയൊക്കെ പ്രസംഗം. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാ സ്റ്റേജും ഏഷണിയുടേതാകുമ്പോൾ പെരുമ്പാവൂരിലേക്ക് വന്നു, ഞാൻ പോയി, ഞാൻ കണ്ടു. ലക്ഷത്തോളമോ അല്ലെങ്കിൽ അതിലേറെയോ ആളുകൾ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് അവിടെ ആരും സംസാരിച്ചില്ല. ഖുർആൻ അല്ലാതെ, ഹദീസ് അല്ലാതെ ഒന്നും പ്ലാറ്റ്ഫോമിൽ നിന്ന് ആളുകൾ പറഞ്ഞില്ല. താഴെ ഇരിക്കുന്നവർ മുഴുവനും തസ്ബീഹും നിസ്കാരവുമല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. ആരാണ് അവരെ നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ സമ്മേളനം വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ഒരു ക്യാമറമാൻ ഇല്ല, ഒരു ക്യാമറയില്ല, ഒരു മൊബൈൽ ഫോൺ ആരും എടുക്കുന്നില്ല. ഞാൻ അന്തം വിട്ടു. ഞാനൊരു മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്താലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അടുത്തിരിക്കുന്ന നേരത്തെ പറയും, ഫോട്ടോ എടുക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പാടില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പാടില്ല കേട്ടോ. അങ്ങനെ സമ്മേളനം നടത്താനൊന്നും നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. നമ്മൾ സമ്മേളനം നടത്തണ എന്തിനാണെന്നറിയാം? ഞങ്ങളുടെ ആൾക്കാർ തബലീഗുകാരോട് പറയണേ, തബലീഗുകാരായ സുഹൃത്തുക്കളെ, നിങ്ങൾ നടത്തണ പോലെയല്ല ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ സമ്മേളനത്തിൽ എത്ര ആൾ വന്നു എന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചു കൊടുക്കണം. എന്തിന്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി നോക്കുമ്പോൾ ഇത് ഏത് സംഘടനയുടെ ഇന്ന ഒരാളുടെ അവർക്ക് ആൾബലമുണ്ട്. എന്നാൽ അവരുടെ നേതാക്കന്മാർ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അവർ വോട്ട് കിട്ടൂല. മറ്റേ സംഘടന വേറെ സ്ഥലത്ത് സമ്മേളനം നടത്തും. അവരുടെ സമ്മേളനം നടത്തുമ്പോഴും അവരുടെയും ഫോട്ടോയും വീഡിയോയും അവരുടെ നേതാവിൻ്റെ വരവും അതിൻ്റെ എൻട്രിയും എല്ലാം കൂടെ കൂടിയെടുത്ത് അതും സോഷ്യൽ വീഡിയോയിലും ഇട്ട് കാണിച്ചു കൊടുക്കും. എന്തിനാ ആളുകളെ കാണിക്കണേ? ഇത്രയും ആൾക്കൂട്ടം ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളാണ് ഇവിടുത്തെ ജനപങ്കാളിത്തം കൊണ്ട് ഏറ്റവും വലിയ പാർട്ടി ഞങ്ങളാണ്, ജനപങ്കാളിത്തം കൊണ്ട് ഏറ്റവും വലിയ പാർട്ടി ഞങ്ങളാണ് എന്നീ മതസംഘടനകൾ മത്സരിക്കാന്നാണ് പറയണേ. എന്തിന്? നിങ്ങൾ MLA നിർത്തുന്നുണ്ടോ? നിങ്ങൾ MLAക്ക് താലൂക്ക് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടോ? നിങ്ങൾ പാർലമെന്റിൽ മത്സരിക്കുന്നുണ്ടോ? നിങ്ങൾ പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ ഈ ജനപങ്കാളിത്തം കൊണ്ട് ഞങ്ങളുടെ സമ്മേളനം വിജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഈ മുദ്രാവാക്യവുമായി എന്തിന് റോഡിലിറങ്ങുന്നു? രാഷ്ട്രീയക്കാരിറങ്ങുന്നത് അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടണം, അവരുടെ കയ്യിൽ ആളുണ്ടെന്ന് കാണിക്കണം. ആളുണ്ടെന്ന് കാണിച്ചിട്ട് അവർക്ക് ഇത്ര മണ്ഡലത്തിൽ സീറ്റ് വേണം, ആ സീറ്റ് കിട്ടണം, സീറ്റ് ചോദിച്ചു വാങ്ങണം, വാങ്ങേണ്ടിടത്തു നിന്ന്. എന്നിട്ട് അവർക്ക് മത്സരിക്കുമ്പോൾ അവരുടെ ശക്തി ഉണ്ടെന്നറിഞ്ഞാൽ അവർക്ക് ആൾക്കാർ കൂടെ വരുവുള്ളൂ. അതിനൊക്കെ അവർക്കത് ആവശ്യമാണ്. മതസംഘടനയെ നിങ്ങൾക്കെന്തിനാ ഈ സമ്മേളനത്തിൽ ഇത്ര ആൾ പങ്കെടുത്തു എന്തിനാ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ഇങ്ങനെ പർവ്വതീകരിക്കണത്? എന്തിനാ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്?
ഈ പെരുമ്പാവൂരത്തെ സമ്മേളനം നിങ്ങൾ കഴിഞ്ഞു പോയി, ഇനിയും കാണാൻ പറ്റില്ല. അങ്ങനെ തബലീഗുകാരുടെ സമ്മേളനം നടത്തുകയാണെങ്കിൽ അവിടെ ഒന്ന് പോയി കാണണം. എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ സമ്മേളനം, എങ്ങനെയാണ് മുസ്ലിങ്ങൾ സമ്മേളനം നടത്തേണ്ടത്, എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഏതൊക്കെ വിഷയം അവിടെ പറയണം എന്നൊക്കെ മറ്റുള്ള മതസംഘടനകളോട് ഞാൻ പറയുന്നു. തബ്ലീഗുകാർ നടത്തുന്ന സമ്മേളനം ഒന്ന് പോയി കണ്ട് ഒന്ന് മനസ്സിലാക്കണം. ഡിസിപ്ലിൻ എങ്ങനെയാണ്, നേതൃത്വത്തെ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്, എന്തൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നൊക്കെ അപ്പം അറിയാം. റഹ്മാനെ, ഒരു വാക്ക് പാഴ്വാക്ക് അവിടെ ആ സമ്മേളന നഗരിയിലുണ്ടായില്ല. ഒരു പാഴ്വാക്ക്. എല്ലാം ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നബിയെ തങ്ങൾ പറ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ ആണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റ് എന്ന് നബിയെ തങ്ങൾ അവരോട് പറ. എങ്ങനെ? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക. എന്നെ നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും എന്നെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്താൽ എന്തുണ്ട്? നിങ്ങൾ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടാലോ ഫഖദ് ഫാസ ഫൗസൻ അദീമാ, വണ്ണമായൊരു വിജയം നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. അള്ളാഹു ഇഷ്ടപ്പെടണമെന്നും ദീൻ എന്താണെന്നും താടി ഉണ്ടോ അവരുടെയൊക്കെ? ആ സമ്മേളനത്തിന് ഞാൻ പോയിപ്പോൾ എല്ലാവരുടെയും താടി ഒരേ താടി. തലയെക്കെട്ട് കണ്ടോ? എല്ലാവരുടെയും തലയെക്കെട്ട് ഇവിടെ ഈ നിസ്കാരത്തിൻ്റെ ഈ മുഖത്തിൻ്റെ അടയാളം ഞെറ്റ് മുടി മുളക്കുന്നോടം മുതൽക്ക് മേൽപോട്ടും താടിയെല്ലാം ഇവിടം വരെയാണല്ലോ നീളം, ചെവി വർക്ക് വീതി, ഇതാണല്ലോ മുഖം. ഇത്രയും ഒതുവിൻ്റെ അവയവമാണ്. ഇത്രയും അവയവം ഒതുവിൻ്റെ അവയവമാണ്. ഈ സ്ഥലം നെറ്റി നിസ്കാരത്തിൽ സുജൂദിൽ വെക്കണം. സുജൂദിൽ 7 അവയവം ഉണ്ടെങ്കിൽ അതിലൊരു അവയവമാണ് 7. ആ 7 അവയവവും വട്ടത്തിൽ ഇങ്ങനെ കെട്ടി മറയ്ക്കുന്ന ഒരൊറ്റ തലയിൽ കെട്ടുകാരെ അവിടെ കണ്ടില്ല. അവിടെ കണ്ടത് മുഴുവനും നെറ്റി വെളിവാക്കി തലയിൽ കെട്ടുന്നവര്, കണ്ണങ്കാല് മുതൽക്ക് ഒരു ചാൻ മുകളിലേക്ക് കയറ്റി തുണി ഉടുക്കുന്നവര്, തലയിൽ കെട്ടിയെങ്കിൽ നന്നായിട്ട് വാലിട്ട് തലയിൽ കെട്ടുന്നവര്, ബദറിലിറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി അവർക്കുണ്ട് തലയിൽ കെട്ട് വാലും പുറകിലായി. ബദറിലിറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി അവർക്കുണ്ട് തലയിൽ കെട്ടുവാലും പുറകിലായി. ബദറിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധത്തിനിറങ്ങിയ ബദരീകൾക്ക് തലയെക്കെട്ടുണ്ടായിരുന്നു എന്നും അവരുടെ വാല് പുറകോട്ടിട്ട് കെട്ടിയിരുന്നു എന്നും 5000-ഓളം മലക്കുകൾ ഇറങ്ങിയെന്നും പരിശുദ്ധ ഖുർആൻ. അങ്ങനെ വാലിട്ട് തലയെ കെട്ടിയ 1,00,000-ഓളം ആളുകളാ ഞാൻ പെരുമ്പാവൂരിൽ ഞാൻ കണ്ട സമ്മേളനം. ഇത്ര അടുക്കും ചിട്ടയും കൃത്യവും ഡിസിപ്ലിനുമുള്ള ഒരു സമ്മേളനവും ഒരു പരിപാടിയുമാണ് തബ്ലീഗ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. റഹ്മാനായ റബ്ബേ, അതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർക്കെല്ലാം നീ നല്ല പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. കാരണം നല്ല ദുആ, എന്ത് ദുആ. ഞാനതിനകത്ത് അസർ നിസ്കരിക്കാൻ പങ്കെടുത്തു. ഓരോ അസറിനായുണ്ടായി. അസർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് തീർക്കണമെന്ന് ആ മൂല്യാർ വിളിച്ചു പറഞ്ഞു. അസർ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ മൂപ്പര് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു അന്നമ അലൈനാ വഹദാനാ ഇലാ ദീൻ എന്ന് പറഞ്ഞ് കൂട്ട പ്രാർത്ഥന, ദുആ, കൂട്ടമായി ദുആ. നിസ്കാരം ഞങ്ങളുടെയൊക്കെ പള്ളി ചെയ്യും പോലെ, പോലെയുള്ള നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ട ദുആ. എന്നിട്ട് അവരെ പറ്റി പറയണെന്നാ, സ്വർഗത്തിൽ പോകില്ല കേട്ടോ, അവർ നിസ്കാരമൊക്കെ സ്വീകരിക്കില്ല കേട്ടോ, അവർ നോമ്പും സ്വീകരിക്കില്ല. പടച്ചോ, പിന്നെ ആരെയാണാവോ സ്വീകരിക്കണേ? സ്റ്റേജ് കെട്ടി ആ മൊയ്ലിയാർ കാഫറാന്ന് ഈ മൊയ്ലിയാർ കാഫറാന്ന് ആ മൊയ്ലിയാരും. കഴിഞ്ഞ കൊല്ലം വരെ ആ സംഘടനയെ പ്രവർത്തിച്ചിട്ട് ഈ കൊല്ലം ഇങ്ങോട്ട് മാറിയിട്ട് ആ സംഘടന പഴിച്ചതാന്ന് പറയുക, ഈ സംഘടനയിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ആ സംഘടന പഴിച്ചതാന്ന് ഇങ്ങോട്ട് പറയുക. ഈ പറയുന്ന ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണി പറയുന്ന, ഹസദ് പറയുന്ന, കിബർ പറയുന്ന ഒരു ദുര ആക്ഷേപങ്ങളും അനിഷ്ട സംഭവങ്ങൾക്കും പ്രേരണ കൊടുക്കുന്ന, ചിന്തിക്കാൻ അനുവദിക്കാത്ത ഒരു വിഭാഗമാണോ വേണ്ടത്? ഇവിടെ അല്ല.
ചിന്തിക്കുന്ന വിഭാഗം, അംഗശുദ്ധി വരുത്തുന്ന വിഭാഗം, ഡിസിപ്ലിനുള്ള ജീവിതം നയിക്കുന്ന വിഭാഗം, പലിശ വാങ്ങാത്ത വിഭാഗം, എന്ത് തോന്നിവാസം ഇസ്ലാം ചെയ്യരുതെന്ന് പറഞ്ഞോ അത് മുഴുവനും ഉപേക്ഷിക്കുന്ന വിഭാഗം. അള്ളാഹു റസൂൽ എന്തെന്ന് കൊണ്ടുവന്നോ അത് മുറുകെ പിടിക്കുക, അള്ളാഹു റസൂൽ എന്തെന്ന് വിടാൻ പറഞ്ഞോ അതങ്ങ് വിട്ടേക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗം ഞാൻ കണ്ടതിൽ തബ്ലീഗ് ജമാഅത്തിനെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ധാരണ തെറ്റോ എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ട തബ്ലീഗ്, എന്നെ പരിചയമുള്ള തബ്ലീഗ്, ഞാൻ ഇടപെടുന്ന ആളുകൾ ഒക്കെ അത്തരക്കാരാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആഖിബത്ത് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.